ഹലോ അവന്തിക. ഹലോ, എന്റെ നമ്പർ സിത്താരയുടെ കയ്യിലുണ്ടായിരുന്നോ? ശത്രുക്കളുടെ വിവരങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണല്ലോ ബിസിനസ്സിലെ ആദ്യ പാഠം. എന്നാ ആ ശത്രുത മാറ്റാനാ ഞാനിപ്പോ വിളിച്ചത്. സിത്താരെ പോലെ വലിയൊരു ബിസിനസ് എൻറ്റിറ്റിയോട് മത്സരിക്കാൻ ഞാനാരാ? ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാനാ. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. അതങ്ങനെ ഫോണിൽ വേണ്ട, നേരിട്ടൊന്ന് കാണാൻ പറ്റുമെങ്കിൽ. അയ്യോ അവന്തിക, ഐ എം സോറി. ഞാനൊരു 4-5 ദിവസം ഫ്രീ അല്ല. മൂക്ക് വേണ്ടിയിട്ട് ചില പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്പം ദൂരെയുള്ള അമ്പലത്തിലേക്ക് പോവാ. ആഹാ, തുടക്കം തന്നെ നല്ല ശുഭലക്ഷണമാണല്ലോ. ഞാനും ഒരു തികഞ്ഞ ദൈവവിശ്വാസിയാ. നമ്മുടെ ആദ്യത്തെ കൂടിക്കാഴ്ച അമ്പലത്തിൽ വെച്ച് തന്നെ ആവണമെന്നാവും നിയോഗം. അവന്തിക അങ്ങോട്ട് വരുന്നുണ്ടോ? പിന്നെന്താ, ഞാൻ വരാം. നമുക്ക് അവിടെ വെച്ച് തന്നെ സംസാരിക്കാം. അത് ഇത്തിരി ദൂരെയാണ്. ഒരു കാടിന്റെ നടുവിലുള്ള നാഗക്ഷേത്രമാണ്. അവന്തിക ഇങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല. തിരിച്ചു വന്നിട്ടാണെങ്കിൽ നമുക്ക് സംസാരിക്കാലോ. ഏയ്, ചില കാര്യങ്ങൾ അങ്ങനെ നീട്ടിവെക്കാൻ പറ്റുന്നതല്ലോ. ഞാനും വരാം അമ്പലത്തിലേക്ക്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വലിയ വിശ്വാസാ. പ്രാർത്ഥിക്കുകയും ചെയ്യാലോ. ശരി, എന്നാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഷുവർ, ആയിക്കോട്ടെ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മൂർത്തി, നാളെ ഏതോ പട്ടിക്കാട്ടിലെ ഒരു അമ്പലത്തിലേക്കൊന്ന് പോണം. സിത്താരെ കണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കണം. ഡീറ്റെയിൽസ് കിട്ടിയ പാടെ മാഡം എനിക്ക് അയച്ചേക്ക്. പോകാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തേക്കാം. ശരി. ഇതൊരു നല്ല ഡീലാ. നേരത്തെ സംഭവിച്ച പോലെ തോറ്റുപോകരുത്. ആരുടെയാ പുതിയ കൊട്ടേഷൻ? പുതിയതല്ല, പഴയ തന്നെ. കൃഷ്ണമൂർത്തി സാറിന്റെ കൊട്ടേഷനോ? ഞാൻ ഊഹിച്ചു. ആരെയാ തീർക്കണ്ടേ? അവളെ തന്നെ, ആ കൃഷ്ണയെ. മോളിക്കുട്ടിയുടെ ഹോട്ടലില് അവള് രാവിലെ തന്നെ ക്ഷേത്രത്തിലോട്ട് പോയിട്ടുണ്ട്. എവിടെ വെച്ച് തീർക്കാനാ പ്ലാൻ? ക്ഷേത്രത്തിലോട്ടുള്ള യാത്രക്കിടയില് കൃഷ്ണയെ ഒറ്റയ്ക്ക് കിട്ടും. എന്തിന്? കിട്ടുന്ന സ്ഥലത്ത് വെച്ചാണ് തീർത്താ പോരെ? അത് പാടില്ല. സുരക്ഷിതമായൊരു സ്ഥലം തന്നെ വേണം. ഓട്ടോയെ അവളെയും ചേർത്ത് ഇടിച്ച് കൊക്കയെ തള്ളാനായിട്ടാ കൃഷ്ണമൂർത്തി സാറ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാ പുറപ്പെടുന്നത്? അവരിപ്പോ തന്നെ പുറപ്പെട്ടിട്ടുണ്ടാവും. നമ്മളും അവരുടെ പിന്നാലെ തന്നെ ഉണ്ടാവണം. ഇത്തവണ അവളുടെ അന്ത്യം ഉറപ്പാക്കിയിരിക്കണം. ഗോകുലിന്റെ മുഖത്ത് കാണുന്ന ഈ സമാധാനം കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രം.